മത്സ്യത്തൊഴിലാളികൾക്ക് പിണറായി സർക്കാരിന്റെ കരുതൽ. മുട്ടത്തറയിൽ നിർമ്മിച്ച 332 ഫ്ളാറ്റുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് കൈമാറി. പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തിന്റെ സൈന്യമായി മാറിയവരാണ് മത്സ്യത്തൊഴിലാളികളെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് എന്ത് ചെയ്താലും അധികമാകില്ലെന്നും താക്കോൽ കൈമാറിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കടലെടുത്ത വീടുകൾക്ക് പകരം കടലിന്റെ മക്കൾക്ക് സുരക്ഷിതമായ വീടുകൾ 332 വീടുകളാണ് മുട്ടത്തറയിൽ ഫ്ളാറ്റ് സമുച്ചയമായി മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീടുകളുടെ താക്കോൽ കൈമാറി. അൽഫോൺസിയ അലക്സാണ്ടർ പൂന്തുറ, അടുത്തതായി ഫാത്തിമ ബീവി ഭീമാപള്ളി. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും താക്കോൽ ഏറ്റുവാങ്ങുകയാണ്. നമ്മുടെ നാടിൻ്റെ അനുഭവത്തിൽ നാട് ചില പ്രതിസന്ധി നേരിടേണ്ടി വന്ന ഘട്ടത്തിൽ വലിയ തോതിൽ ഇടപെട്ട് സ്വന്തം ജീവനെ വകവെക്കാതെ തന്നെ സഹോദരങ്ങളുടെ സുരക്ഷയ്ക്കായി എടുത്തു ചാടിയ നമ്മുടെ നാടിൻ്റെ സ്വന്തം സൈന്യം എന്ന് ഈ സംസ്ഥാനം വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ എന്ത് ചെയ്താലും അത് കൂടുതലാവില്ല എന്ന ബോധ്യത്തിലാണ് സർക്കാരുള്ളത്. വിവിധ പദ്ധതികളിലായി 20,000-ലധികം വീടുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് ഇതിനകം നൽകിക്കഴിഞ്ഞെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഭൂമിയുടെ വില ഉൾപ്പെടെ ഏകദേശം 40 ലക്ഷത്തോളം രൂപ ഒരു ഫ്ലാറ്റിന് ചെലവ് വരും. വളരെ മികച്ച ഗുണനിലവാരത്തിലാണ് ഇതിൻ്റെ ഓരോ നിർമ്മാണ ഘട്ടത്തിലും ശ്രദ്ധയോടെ ഈ നിർമ്മാണം ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത്, കേരളത്തിലല്ല ഇന്ത്യ രാജ്യത്ത് ഇത്രയും ഫ്ലാറ്റുകൾ ഒരുമിച്ച് നിർമ്മിച്ച് നൽകുന്ന ആദ്യത്തെ സ്റ്റേറ്റാണ്, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന ആദ്യത്തെ സ്റ്റേറ്റാണ് കേരളമെന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചടങ്ങിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, വി എൻ വാസവൻ, ജെ ചിഞ്ചുറാണി, ആന്റണി രാജു MLA, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങി ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.